ഈ സീസണിൽ നിങ്ങളാണ് പവർ ടീമിന്റെ കീഴിലല്ലാതെ സ്വതന്ത്ര ക്യാപ്റ്റനാവുന്ന ആദ്യത്തെ വ്യക്തി. പവർ ടീമിന് അടപടൽ എടുത്ത് കളഞ്ഞേക്കുവാണ്. അതിനുശേഷം ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് നന്ദന വന്നേക്കുവാണ്. നന്ദന വളരെ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഇനി നന്ദനയ്ക്ക്. അപ്പോൾ നന്ദന ഓരോന്നായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നന്ദന ഇനി മുതൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. വൃത്തിയും വെടുപ്പും എന്ന് പറയുന്ന കാര്യം മെയിനായിട്ട് വേണ്ട കാര്യമാണ്. അപ്പം നന്ദന ക്യാപ്റ്റനായിട്ട് ഡബിൾ സ്ട്രോങ്ങിൽ വന്നേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ വിഷമോ അങ്ങനെ എന്ത് തന്നെയായാലും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എന്നോട് പറയാം. ഞാനത് പരിഹരിച്ചില്ലെങ്കിൽ മാത്രമാണ് ലാലേട്ടനോട് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് നന്ദന പറയുന്നത്. ഫ്ലോർ ടീമിന്റെ ശ്രദ്ധയ്ക്ക് ഇവിടെ ടിഷ്യൂ ഇട്ടത് ആരാണെന്ന് അപ്പോൾ ഫ്ലോർ ടീമിനോട് പറയുകയാണ് നന്ദന. ഇപ്പോൾ ടിഷ്യൂ കണ്ടുവാണെന്നുണ്ടെങ്കിൽ അത് ആരാ ഇട്ടത് എന്ന് ചർച്ച ചെയ്യാൻ നിൽക്കാതെ ക്യാപ്റ്റനോട് പറയുക. ക്യാപ്റ്റൻ പറയും, അത് ഫ്ലോർ ടീമിനോട് ക്യാപ്റ്റൻ പറയും, ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ പറയും. അതല്ലാതെ വേറെ ആർക്കും അവിടെ ആജ്ഞാപിക്കാനുള്ള അവകാശമില്ല. ക്യാപ്റ്റനാണ് എന്ത് ആരോട് പറയണം എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നു. ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ല, അതില്ല, ഇതില്ല എന്നുണ്ട് പറഞ്ഞ അവിടെ ഇവിടെ. അതുപോലെ കുക്കിംഗ് ടീം ആണെങ്കിലും സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കാതെ ക്യാപ്റ്റനായത് എന്നോട് പറയുക, ഞാൻ പരിഹരിക്കും. അതല്ലാതെ അവിടെ ഇവിടെ നടന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരാണോ ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നത്, ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, അവർക്കൊക്കെ പണിഷ്മെൻറ്റ് തരും. ആർക്കും പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നാണ് നന്ദന പറയുന്നത്. ബാത്റൂം ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം അവിടെ മുടിയും ബാത്റൂം ടീമിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഫുൾ ടൈം അവിടെ മുടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ മുടി കണ്ടോ അപ്പോഴൊക്കെ ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ബാത്റൂം തിളക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വെസൽ ടീം, അത് ജിൻഡോയോടും റസ്മിനോടുമാണ് പറയുന്നത്. അത് ഫുൾ ടൈം ക്ലീൻ ആയിരിക്കണം, നിങ്ങൾ ആഞ്ഞു പിടിക്കണമെന്ന് ജിൻഡോനോടും റസ്മിനോടും പറയുന്നുണ്ട്. അതേപോലെ മോർണിംഗ് ആക്ടിവിറ്റി കറക്റ്റ് ടൈം വരണം, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാകും. പിന്നെ പറയുന്നൊരു കാര്യമാണ്, സ്വന്തം ബെഡ് മടക്കി വൃത്തിയായിട്ട് വെച്ചിരിക്കണം. അതായത് അവരവരുടെ ബെഡ് മടക്കി വൃത്തിയാക്കി വെച്ചിരിക്കണം. ആരുടെ റൂമിലും വൃത്തികേടായിട്ട് കിടക്കുന്നത് കാണരുത്. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയാം എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ഡയലോഗ് കൂടി പറയുന്നത്, ഞാൻ ശബ്ദിക്കരുതെന്ന് പറഞ്ഞാൽ ശബ്ദിക്കരുത് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം നന്ദനയുടെ ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പം നന്ദന പറയുന്നുണ്ട്, ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ടല്ല ജാസ്മിൻ ചേച്ചി പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട എങ്ങനെയാ ചിരിക്കാതെ ഇരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇനി എങ്ങനെയുണ്ട് നന്ദനയുടെ ക്യാപ്റ്റൻസി എന്നുള്ളത്.